ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം അത് എല്ലാവർക്കും പറ്റുന്നതാണ്. അതിപ്പം ചിലപ്പം ലോജിക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ആ കോഡിന്റെ ലോജിക്ക് വർക്കായില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എറേഴ്സ് ആവാം, എന്തുമായിക്കോട്ടെ, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഗൂഗിളിലേക്ക് ഈ ഒരു പ്രോബ്ലം കൊടുക്കും. എന്നിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോ പോലത്തെ വെബ്സൈറ്റിൽ നമ്മൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡെവലപ്പേഴ്സ് 90% പേരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി പോലത്തെ ജെൻ ടൂളാണ്. അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് ഗൂഗിൾ മീറ്റ് വഴിയോ ടീംസ് വഴിയോ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്ക്രീന് അവരായിട്ട് ഷെയർ ചെയ്തിട്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ഇനി ഇതേ സെയിം സാധനം ഒരു എ ഐ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ പുതിയൊരു സ്ട്രീമിംഗ് ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീന് ആ മോഡലായിട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം ഐ എനോട് സംസാരിച്ചു കൊണ്ട്, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറിനെ പറ്റിയാണ്. അപ്പം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതേപോലെ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇൻട്രൊഡക്ഷൻ അധികം നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എ ഐ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ എൻ്റെ വി എസ് കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വി എസ് കോഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു അറേ ഓഫ് പ്രൈം നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ എ ഐനോട് ചോദിക്കും, എനിക്ക് ഇതിന്റെ സം കാണണം, എനിക്കത് അറിയില്ല, എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എ ഐനോട് ചോദിക്കും. അപ്പം ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എ ഐ ഹെൽപ്പ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിന് നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് ഇവിടെ എ ഐ സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ, അത് ക്ലിക്ക് ചെയ്യാം. അവരെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാംബർഗർ മെനു ഉണ്ട്. ഹാംബർഗർ മെനുവിൽ ഇവിടെ സ്ട്രീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏത് സ്ക്രീനാണോ നിങ്ങൾ ഈ ഒരു എ ഐ മോഡലായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പം വി എസ് കോഡിലാണ് എൻ്റെ കോഡ് ഉള്ളത്, അപ്പോൾ എനിക്ക് വി എസ് കോഡിൻ്റെ ഇതാണ് ഷെയർ ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വിൻഡോയിലുള്ള എല്ലാ കാര്യങ്ങളും എ ഐക്ക് റീഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പം ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ്, ടെക്സ്റ്റ് പ്രോംപ്റ്റും കൊടുക്കാൻ പറ്റും, വോയിസും കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വോയിസ് ആണ്. അപ്പം എനിക്ക് ആ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടും. അപ്പം അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് രണ്ടും ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഷെയർ കൊടുക്കുന്നു. ഷെയർ കൊടുത്തതിന് ശേഷം ഞാനൊരു എ ഐ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഹായ്, Hello, how can I help you today? can you see my screen? Yes, I can see your screen. Okay. Here is a prime numbers array. I want to get the sum of this array. How to do that? Okay, I see you have an array of prime numbers and you want to calculate their sum. Would you like me to help you with the JavaScript code to achieve this? Yeah, just share me the code snippet. Here is one way to do it. Const sum equals prime numbers dot reduce. Accumulator current value equals greater than accumulator plus current value 0. Would you like an explanation of what this code does? Yeah, sure. The reduce function iterates through each element in the prime numbers array. The accumulator stores the accumulating sum, starting with an initial value of 0. In each step, the current value is added to the accumulator.
Finally, the reduce function returns the total sum of all prime numbers in the array. Does this explanation make sense? Yeah, this makes sense. And how to run this code? Great. To run this code, you can use console.log sum to display the sum in the console. Would you like me to show you how to integrate that into your existing code? Yeah, sure. Okay, I see that you have already added the console.log sum line to your code. Now you can run the file using Node in the terminal. Does that make sense? Yes, how to do that? To run the file, type node prime sum JS in the terminal and press enter. Do you see the terminal at the bottom of your screen? Yes. Great. Can you run the command node prime sum JS in the terminal and let me know what the output is? The output is 28. Is that right? Great. Sum of the prime numbers is indeed 28. Is there anything else I can help you with? No, thank you. You're welcome. Feel free to reach out if you have any more questions in the future. Sure. If you have any further questions or need assistance with other coding tasks, feel free to share your screen again. Have a great day. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് ഒരു ഫ്രണ്ടിനെ പോലെ അവർ വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്ത് തന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ എന്താ പറയുക, ഈ പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മ് വേണം. അപ്പോൾ എനിക്ക് റെഡ്യൂസർ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക കോഡ് തന്നു. പിന്നെ ഞാൻ ചോദിച്ചു എനിക്ക് അതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കാണുക. അപ്പോൾ അതിൽ പറയുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ console.log ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇത് ചോദിക്കുമ്പോൾ പിന്നെ നമ്മളുടെ സ്ക്രീൻ റീഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി എന്നോട് പറഞ്ഞു എന്താണ് console.log ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി റൺ ചെയ്താൽ മതി. അപ്പം ഒരു സാധാരണ മനുഷ്യൻ നോക്കി കാണുമ്പോൾ ആണ് ഈ പർട്ടിക്കുലർ എയും എല്ലാം നോക്കി കണ്ടിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് അടിപൊളി ഫീച്ചർ അല്ലേ. ഇനിയും ഇങ്ങനത്തെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോഡിംഗ് മലയാളത്തിൽ പഠിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.